ദേശീയപാത നവീകരണത്തിൽ കായംകുളത്തെ ജനങ്ങളുടെ താൽപര്യത്തോടൊത്താണ് താൻ നിൽക്കുന്നതെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. കായംകുളത്ത് നടന്ന UDF കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ ആലപ്പുഴ MP അല്ലാതിരുന്നിട്ടും കേന്ദ്ര ഗതാഗത മന്ത്രിയെ കണ്ട് കായംകുളത്തിന്റെ വികാരം പങ്കുവച്ചു. നടപടി വേണമെന്ന് അഭ്യർത്ഥിച്ചു. ശ്രമങ്ങൾ ഇനിയും തുടരും. ലോക്സഭാംഗങ്ങളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിച്ച് നരേന്ദ്രമോദിയെ താഴെയിറക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതിനായിട്ടാണ് താൻ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതെന്നും വേണുഗോപാൽ പറഞ്ഞു. ദേശീയപാത നവീകരണത്തിൽ കായംകുളത്തെ ജനങ്ങളുടെ താൽപര്യത്തോടൊത്താണ് താൻ നിൽക്കുന്നതെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. കായംകുളത്ത് നടന്ന UDF കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ ആലപ്പുഴ MP അല്ലാതിരുന്നിട്ടും കേന്ദ്ര ഗതാഗത മന്ത്രിയെ കണ്ട് കായംകുളത്തിന്റെ വികാരം പങ്കുവച്ചു. നടപടി വേണമെന്ന് അഭ്യർത്ഥിച്ചു. ശ്രമങ്ങൾ ഇനിയും തുടരും. ലോക്സഭാംഗങ്ങളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിച്ച് നരേന്ദ്രമോദിയെ താഴെയിറക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതിനായിട്ടാണ് താൻ ലോക്സഭയിൽ മത്സരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. താൻ വിജയിച്ചാൽ രാജ്യസഭയിൽ വരുന്ന ഒഴിവ് BJP കൊണ്ടുപോകുമെന്ന് പ്രചരിപ്പിക്കും തന്റെ വിജയം CPM സമ്മതിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. താനിപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം കാണുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ മുഖത്താണെന്നും അവർ ആഗ്രഹിച്ച തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല ഇവിടെ ഭരിക്കുന്നതെന്നും കെ.സി. പറഞ്ഞു. മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞത് കായംകുളത്തു നിന്നായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനിയൊരു തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിലുണ്ടായി ജനാധിപത്യം പുലരുമോ എന്നുള്ള ചിന്ത എല്ലാവരിലുള്ളൊരു കാലമാണ്. ഭരണഘടന തന്നെ മാറ്റി എഴുതാൻ ഞങ്ങൾ 3-2, 4-3 ഒക്കെ ഭൂരിപക്ഷം നേടി വരും എന്ന അഹങ്കാരം പറഞ്ഞ് നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യവും പൗരാവകാശവും എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കാലത്താണ് നമ്മളുടെ. ജോലിക്ക് വേണ്ടി ചെറുപ്പക്കാരൻ ചോദിച്ചാൽ അവന് ജയിലാണ്. തെരുവിൽ കിടന്ന് അവൻ്റെ കരച്ചിൽ നമ്മളിപ്പോഴും കേൾക്കുന്നു. കൃഷിക്കാരൻ ന്യായമായ ഉൽപ്പന്നങ്ങൾക്ക് കൂലി ചോദിച്ചാൽ അവന് നേരെ വെടിവെച്ച് കൊല്ലുകയാണ്. എങ്ങനെ പുലരാനാകും? ഗ്യാസിന് വില കൂടുതൽ, പെട്രോളിനും ഡീസലിനും വില കൂടി, സാധനങ്ങൾക്ക് മുഴുവൻ വില കൂടി, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സഹോദരിമാർക്ക് സ്വൈര്യമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. ഒന്നിച്ച് ജീവിക്കുന്ന ജനങ്ങളെ തല്ലി ഭിന്നിപ്പിച്ച് പരസ്പരം പോരടിപ്പിച്ച് അവരെ ശത്രുക്കളാക്കി പരസ്പരം മാറ്റിയെടുത്ത് അങ്ങനെ മാത്രം മതി ജയിക്കാൻ ഭരിക്കാൻ എന്ന് ചിന്തിക്കുന്ന ഒരു ഭരണകൂടമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയോ പേരുടെ ജീവൻ കൊടുത്ത് നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇതിനു വേണ്ടിയായിരുന്നോ സുഹൃത്തുക്കളെ? നമ്മൾ കായംകുളത്ത് തന്നെ അഭിപ്രായങ്ങളുണ്ടാകാം, വിശ്വാസങ്ങളുണ്ടാകാം, പക്ഷെ നമ്മളെല്ലാം ഒന്നിച്ച് ജീവിക്കുന്നവരല്ലേ. ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ അതിന് മറുപടി കൊടുക്കേണ്ട ഒരു കാലമാണ് ഈ കാലം. അതുകൊണ്ട് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എന്നോട്, 2 വർഷം രാജ്യസഭയിൽ കാലാവധിയില്ലേ, പിന്നെ എന്തിനാ ലോക്സഭയിൽ മത്സരിക്കുന്നത്? ലോക്സഭയിൽ മത്സരിക്കുന്നത് ഈ രാജ്യം തകർക്കാൻ ശ്രമിക്കുന്ന മോഡിയെ പരാജയപ്പെടുത്താൻ ഓരോ MP-യെയും വർദ്ധിപ്പിക്കുക, ലോക്സഭാ MP വർദ്ധിപ്പിക്കുക എന്ന തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലോക്സഭയിൽ മത്സരിക്കുന്നത്. പിന്നെ വികസന പ്രവർത്തനം എനിക്കറിയാം. ഞാൻ MP അല്ലാതിരുന്നിട്ടും കായംകുളത്തെ ഹൈവേ, കായംകുളം പട്ടണത്തെ ജനങ്ങളെ വിഭജിക്കുന്നത് പോലെ കായംകുളം പട്ടണത്തെ വിഭജിക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് കായംകുളത്തുകാരെല്ലാം ഒറ്റയ്ക്ക് വന്നപ്പോൾ നിതിൻ ഗഡ്കരിയുടെ അടുത്ത് പോയി പറയാൻ എനിക്ക് മടിയുണ്ടായില്ല. ആലപ്പുഴ MP അല്ലെങ്കിലും ഞാൻ അവിടെ പോയി പറഞ്ഞത് എനിക്ക് കായംകുളത്തിൻ്റെ വികാരവും വായ്പും അറിയാവുന്നത് കൊണ്ടാണ്. ജനങ്ങളുമായി ബന്ധപ്പെടാൻ, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ മുൻപ് കാലഘട്ടങ്ങളിലും MP അല്ലാതിരുന്നപ്പോഴും ഞാൻ പരമാവധി കിട്ടുന്ന സന്ദർഭങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇനിയും ശ്രമിക്കും. കേന്ദ്രത്തിലെ ഈ കെട്ടുനാറിയ ഭരണത്തെ നമുക്ക് മാറ്റണം. കേരളമാണെങ്കിൽ അതിനേക്കാൾ സങ്കടമല്ലേ? മന്ത്രിമന്ദിരങ്ങളിൽ സ്വിമ്മിംഗ് പൂളുകളും ജിമ്മും മറ്റും ദൂരത്തും നടത്തി സാധാരണക്കാർക്ക് പെൻഷൻ പോലും നിഷേധിച്ച LDF സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ മറുപടി നൽകുമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. CD Net News, കായംകുളം.